ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മേൽ എന്നും ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകരെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു. രോഗത്താലും ദുരന്തത്താലും അനേകർ വേർപിരിഞ്ഞു. നമ്മൾ അവരെക്കുറിച്ച് ദുഃഖിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അവരെ സഹായിക്കാൻ വേണ്ടി കരങ്ങൾ നീട്ടുകയും സാമ്പത്തികമായും ശാരീരികമായും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. നമുക്കാവതും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാൻ തീരുമാനമെടുക്കുക. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അമ്മയോടൊപ്പം നമ്മുടെ ജീവിതവും ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. സ്വർഗാരോപിതയായ അമ്മ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 966 ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: സ്വർഗാരോപിതയായ അമ്മയെ അല്ലെങ്കിൽ സ്വർഗാരോപിതയായ മറിയത്തെ കർത്താവ് എല്ലാത്തിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ദൈവം മറിയത്തെ ഉയർത്തുകയാണ് ചെയ്തത്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കുവാനുമായ തൻ്റെ പുത്രനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കൂടുതൽ തൻ്റെ പുത്രനോട് അനുരൂപപ്പെടുവാൻ വേണ്ടി മറിയത്തെ ദൈവം ഉയർത്തി. എല്ലാത്തിൻ്റെയും രാജ്ഞിയാക്കി ദൈവം ഉയർത്തുകയും ചെയ്തു. ഭാഗ്യവതിയും കന്യകയുമായ മറിയം, ഭാഗ്യവതിയും കന്യകയുമായ മറിയത്തിനെ ദൈവം സ്വർഗാരോപിതയാക്കി മാറ്റി. അത് തൻ്റെ പുത്രനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് പറയുകയാണ്, ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ഈശോയുടെ തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിയായി തീരുവാനും അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവർക്ക് പുനരുത്ഥാനത്തിൻ്റെ മുൻ ആസ്വാദനമായി തീരുവാനും വേണ്ടിയിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിൽ നിലച്ചിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കണം. നിലയെളിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് അനുസരണമാണ്. തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ. ദൈവത്തിന് ദൂതൻ കടന്നു വന്ന് നീ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാകും എന്ന് വാക്ക് കേട്ടപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന സ്ത്രീയോടാണ് ദൈവത്തിന് ദൂതനമെന്ന് പറയുക. മറിയം ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുകയാണ്. ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ മറിയം തന്നെ സമർപ്പിക്കുകയാണ്. അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ മാതാപിതാക്കളോട്, അധികാരികളോട്, ജീവിത പങ്കാളിയോട്, മാതാപിതാക്കൾ മക്കളോട് പോലും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മക്കൾ പറയുന്നത് നല്ലതാണെങ്കിൽ, നന്മയായിട്ടുള്ളതാണെങ്കിൽ അത് മാതാപിതാക്കന്മാരെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നന്മ വരുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും എല്ലാം ദൈവരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവമേ,
പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലരായി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണമുള്ള ഒരു ജീവിതമായി തീരട്ടെ. എന്തിനും ഏതിനും ബഹളമുണ്ടാക്കുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിജയിച്ചു എന്നാൽ പലരും വിചാരിക്കുന്നുണ്ടെങ്കിലും ഓർക്കുക, അവിടെയെല്ലാം പരാജയപ്പെടുകയാണ്. ഒച്ചയെടുത്ത ആ പ്രശ്നത്തിൽ നേടാൻ പറ്റുമായിരിക്കും, പക്ഷേ മറ്റുള്ള വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിന്റെ സ്ഥാനം അകന്നു പോവുകയാണ്. മറിയം അവിടെ ഒരു ശബ്ദമുയർത്തിയില്ല. എല്ലാം ദൈവഹിതമായി കണ്ടുകൊണ്ട് തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അനുസരണം ഞങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കുവാനും കൂടുതൽ കൂടുതൽ പരിശീലിച്ച് മുന്നേറുവാനും തക്കവിധം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് കൂടി മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, നീ എപ്പോഴും ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നടക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.